السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء بنيناها بأيد وإنا لموسعون. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്ന വിഷയം പ്രപഞ്ചോൽപത്തി ശാസ്ത്രം. ഈ ഒരു വിഷയം പറയാനുള്ള കാരണം നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണെങ്കിലും ആ ഒരു വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഈ ഒരു ടെർമിനോളജീസ് ഒക്കെ ഈ ഒരു വിഷയത്തിൽ ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഇസ്ലാമിനെതിരെ നാസ്തികർ ഉദ്ധരിക്കുന്ന ഒരു വാദമാണ്, അതായത് ഇസ്ലാം ശാസ്ത്രത്തിന് വിരുദ്ധമാണ്. അപ്പൊ ഈ ഒരു വാദം പൊള്ളവാദമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വിഷയം, ഈ ബിഗ് ബാങ് പോലൊരു വിഷയം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ആ പ്രപഞ്ചോൽപത്തി ശാസ്ത്രത്തിന്റെ കുറിച്ചാണ്. അപ്പൊ ആദ്യമായിട്ട് 16-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ ആ ന്യൂട്ടോണിയൻ വ്യൂ എന്ന് പറയുന്നത് അതായത് പ്രപഞ്ചം എന്നുള്ളത് ഒരു യാന്ത്രികമായി നടക്കുന്ന ഒരു യന്ത്രത്തിന്റെ ക്രമേണ നടക്കുന്ന ഒരു പ്രവൃത്തിയാണെന്നാണ് ആ ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രീയമായി വിശ്വസിച്ചിരുന്നത്. പിന്നീട് 1905 ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലൂടെയാണ് പിന്നീട് പ്രപഞ്ചം വികസിക്കുന്നുണ്ട് എന്നൊരു സൂചന ലഭിക്കുന്നതും പിന്നീട് വന്ന മാനനിരീക്ഷരായ അലക്സാണ്ടർ ഫ്രീഡ്മാൻ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ നെബുലകൾ കണ്ടുപിടിക്കുകയും പിന്നീട് ഹബിൾ ടെലിസ്കോപ്പ് ഒക്കെ നമുക്ക് സുപരിചിതമാണ്. അപ്പൊ ആ ഒരു ടെലിസ്കോപ്പ് അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഹബിൾ ടെലിസ്കോപ്പിലൂടെ വേറൊരു ഗാലക്സി, നമ്മൾ ഉൾക്കൊള്ളുന്ന മിൽക്കി വേ ഗാലക്സി കൂടാതെ വേറൊരു ഗാലക്സി ഉണ്ടെന്ന് കണ്ടെത്തുകയും ഈ പ്രപഞ്ചം നമ്മൾ മനസ്സിലാക്കിയതുപോലെ, അന്നത്തെ കാലത്ത് മനസ്സിലാക്കിയതുപോലെ അത്ര ചെറുതല്ല, ഇതിലും പരക്കമുണ്ടെന്ന് അന്നാണ് ആ ഒരു 19-ാം നൂറ്റാണ്ടിലാണ് മനുഷ്യന് മനസ്സിലാവുന്നത്. പിന്നീട് ഈ ഹബിളിന്റെ ഏറ്റവും വിപ്ലവകരമായ ഒരു കണ്ടെത്തലായിരുന്നു അദ്ദേഹം നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശം ഒരു സ്പെക്ട്രോസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിക്കുകയാണ്. അപ്പൊ സ്പെക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ ആ തരംഗ ദൈർഘ്യം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇവിടെ ഒരു പ്രധാനമായ ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് പ്രകാശം യഥാർത്ഥത്തിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് തരംഗമാണ്. നമ്മൾ കാണുന്ന ഈ വെള്ളപ്രകാശം ശരിക്കും അതൊരു നിറമല്ല, പല നിറങ്ങൾ ചേർന്നതാണ്. നമുക്കറിയാം, നമ്മൾ മഴവില്ലൊക്കെ കാണുന്നത് പോലെ നീല, പച്ച, മഞ്ഞ, അങ്ങനെ ഓരോ നിറങ്ങൾ ചേർന്നതാണ് ഈ നമ്മൾ കാണുന്ന ഈ വെള്ളപ്രകാശം. അപ്പൊ അതിൽ ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞ വെളിച്ചമാണ് നീല നിറം എന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യമുള്ളതാണ് ചുവപ്പ് നിറം. അപ്പോൾ ആ ഹബിൾ ദൂരെയുള്ള ഗാലക്സികളുടെ പ്രകാശം പരിശോധിച്ചപ്പോൾ ഒരു പ്രത്യേക പ്രതിഭാസം കാണുകയാണ്, ഒരു ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഉദാഹരണത്തിന് ഒരാൾ ഒരു മൈതാനത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു ഹെലികോപ്റ്റർ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുന്തോറും ആ ഹെലികോപ്റ്ററിന്റെ ശബ്ദം അദ്ദേഹത്തിന് വളരെ ഉച്ചത്തിൽ കേൾക്കാൻ സാധിക്കും. അതിനുശേഷം ആ ഹെലികോപ്റ്റർ അദ്ദേഹത്തിന്റെ പിറകിലൂടെ പാസ് ചെയ്ത് പോകുന്നതോറും ആ ഉച്ചത്തിന്റെ ആ കാഠിന്യം കുറഞ്ഞു വരുന്നതായി കാണാൻ സാധിക്കും. ഇതാണ് ഡോപ്ലർ ഷിഫ്റ്റ്. ഇനി ഇവിടെ നമ്മൾ പ്രകാശത്തിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ആ ഹെലികോപ്റ്ററിൽ തന്നെ ഒരു ടോർച്ച് നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്ന രീതിയിലാണ് വിചാരിക്കുക. ആ രൂപത്തിൽ നമ്മുടെ മുഖത്തേക്ക് വന്ന് അത് പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു സ്പെക്ട്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അത് നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ നീലവെട്ടവും പാസ് ചെയ്ത് പോയി ദൂരേക്ക് പോകുന്നതോറും ചുമര വെളിച്ചവും എന്ന രീതിയിലാണ് ഒരു സ്പെക്ട്രോസ്കോപ്പിലൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ ഗാലക്സികൾ നമ്മൾ ഈ കാണുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പിലൂടെ വീക്ഷിക്കുമ്പോൾ കാണുന്ന ഗാലക്സികൾ നമ്മിൽ നിന്ന് അകന്നു പോകുന്നു എന്നാണ്, ചുവപ്പ് നിറമാണ് കാണുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ആ കണ്ടത്. അതായത് പ്രപഞ്ചം നിശ്ചലമല്ല, അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്തുള്ള മറ്റ് ഗാലക്സികൾ അകലേക്ക് നീങ്ങുകയാണ്, അതായത് വികസിക്കുകയാണെന്ന് അങ്ങനെയാണ് ഹബിൾ കണ്ടെത്തിയത്.
അതായത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, അതായത് ഒരു ബലൂൺ, അപ്പൊ അത് വീർപ്പിക്കാത്ത അവസ്ഥയിൽ ഒരു പുള്ളികളുള്ള ബലൂൺ ആണെങ്കിൽ അത് വീർക്കും തോറും ആ പുള്ളികൾക്ക് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു അത് തമ്മിലുള്ള അകലം കൂടുന്നതായിട്ട് നമുക്ക് തോന്നും വീർപ്പിക്കും തോറും. അല്ലെങ്കിൽ കാറ്റ് നിറയ്ക്കുന്നതിനനുസരിച്ച് ബലൂണിലുള്ള ആ പുള്ളിക്കുത്തുകളെല്ലാം അകന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതേ രൂപത്തിൽ അദ്ദേഹം നിരീക്ഷിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഈ കാര്യം മനസ്സിലാവുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ പ്രപഞ്ചം എന്നുള്ളത് നിശ്ചലമല്ല, മറിച്ച് പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന എന്നുള്ള ഒരു വലിയ ശാസ്ത്ര സത്യം അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് പ്രപഞ്ചം വികസിക്കുന്നു എന്നൊരു കാര്യം തന്നെ മനുഷ്യർ അംഗീകരിക്കാൻ ആരംഭിക്കുന്നത്. അപ്പൊ അകന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം സിദ്ധാന്തിക്കുകയുണ്ടായി. ഇപ്പൊ സുബ്ഹാനല്ലാഹ്, ഞാനും നിങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ഒരു പ്രപഞ്ചം ഇത്രയേറെ ദ്രുതഗതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചത്തിനകത്താണ് നമ്മൾ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. പിന്നെ ഈ ഒരു സങ്കല്പം അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുകയാണ്, സൂറത്തുൽ ദാരിയാത്തിലെ 47-ാമത്തെ വചനത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞാൻ എന്റെ കരങ്ങൾ കൊണ്ട് ഈ ആകാശത്തെ നിർമ്മിച്ചിരിക്കുന്നു, ഞാൻ അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആനിൽ. അപ്പൊ ഈ വികസനം എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു വികാസം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അതായത് പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം പ്രകാശ വേഗതയിലാണ് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രപഞ്ചത്തിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യനുമായിട്ട് നമ്മളൊന്ന് ബന്ധപ്പെടുത്തി ചിന്തിച്ചു നോക്കാം ഈ ഒരു വികാസത്തിന്റെ കാര്യം. നമ്മൾ ഓരോ മനുഷ്യരും യഥാർത്ഥത്തിൽ നമ്മൾ മാതാവിന്റെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ടത് മുതൽ നമ്മുടെ ഭ്രൂണത്തിന് 5 ആഴ്ച പ്രായമാകുന്നത് മുതൽ നമ്മുടെ ഹൃദയം, മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് ഹൃദയം. ആ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹൃദയം ഇടിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഹൃദയം യഥാർത്ഥത്തിൽ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ മരണം വരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് രക്തം എത്തിക്കുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഹൃദയത്തിന്റെ ഈ ഒരു വികസിക്കലും ചുരുങ്ങലും. ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ ശരീരത്തിൽ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മരണം വരെ. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ ശരീരത്തിലേക്ക് രക്തം എത്തിക്കാൻ മറ്റേതെങ്കിലും രൂപത്തിൽ ഒരു സംവിധാനം അള്ളാഹുവിന് ഏർപ്പെടുത്താമായിരുന്നു. പക്ഷെ അള്ളാഹു തിരഞ്ഞെടുത്ത ആ സംവിധാനം യഥാർത്ഥത്തിൽ അത് വികസിപ്പിക്കലും അത് ചുരുങ്ങലും ഈ രൂപത്തിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ശ്വസനം, അത് നമ്മുടെ ശ്വാസകോശം നോക്കിക്കഴിഞ്ഞാൽ ഇതേ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യാണ്? അത് എക്സ്പാൻഡ് ചെയ്യുന്നു, അത് വികസിക്കുന്നു, അത് ചുരുങ്ങുന്നു. ഈ ഒരു പ്രക്രിയ തന്നെയാണ് അവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പ്രപഞ്ചത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഈ പ്രപഞ്ചവും ദ്രുതഗതിയിൽ വികസിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പ്രത്യേകിച്ച് ഈ പ്രപഞ്ചോൽപത്തിയുമായി ബന്ധപ്പെടുത്തി തന്നെ നമ്മൾ പ്രപഞ്ചം പൊട്ടിത്തെറിച്ചതിന് ശേഷമുള്ള ഒരു അവസ്ഥ, അതിദ്രുതഗതിയിലുള്ള ഒരു വികാസം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ തിയറി എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അപ്പം ഈ ഒരു വികസനം എന്നുള്ളത് അല്ലെങ്കിൽ വികാസം എന്നുള്ളത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടികളിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്, ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ, അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിന്റെ 99 നാമങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന ആ സന്ദർഭത്തിൽ അതിൽ 2 പേരുകൾ, ഒന്ന് അൽ ഖാബിദ്, അൽ ബാസിത്ത്, ഈ 2 പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഖാബിദ്, ബാസിത്ത് എന്ന് വെച്ചാൽ ഒന്ന് വികസിപ്പിക്കുന്നവൻ, മറ്റൊന്ന് ചുരുക്കുന്നവൻ. ഈ 2 പേരുകൾ തന്നെ അള്ളാഹുവിന് നിലനിൽക്കുന്നതായിട്ട് നമ്മൾ അസ്മാഉൽ ഹുസ്നയിൽ കാണുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള സസ്യങ്ങൾ, ചില പൂക്കൾ, അത് പകൽ വിരിയും, രാത്രിയിൽ അടയും. അതുപോലെ തന്നെ ഇരുമ്പ് ലോഹങ്ങൾ മറ്റും ചൂടാകുമ്പോൾ അത് വികസിക്കും, അതുപോലെ തന്നെ തണുക്കുമ്പോൾ അത് ചുരുങ്ങും. ഇതെല്ലാം പ്രകൃതിയിൽ നടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടികൾ ഉടനീളം ഈ ഒരു ഗുണം നമ്മൾ പലപ്പോഴും ഇത്തരത്തിൽ ഏറ്റവും സവിശേഷമായിട്ടുള്ള സൃഷ്ടികളിലെല്ലാം ഈ ഒരു എക്സ്പാൻഷനും ആ ഒരു കോൺട്രാക്ഷനും നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നു.
അപ്പൊ ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു സൂചന കൂടെയാണ് അത്തരം ചിന്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഹബിൾ മുന്നോട്ട് വെച്ച സിദ്ധാന്തം എന്താണെന്ന് വെച്ചാൽ പ്രപഞ്ചം വികസിക്കുന്നുണ്ട് എന്നുള്ളൊരു വലിയ ആശയം ഹബിൾ ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുകയാണ്. അത് പിന്നീട് ശാസ്ത്രലോകം ഒരു ശാസ്ത്ര സത്യമായിട്ട് അംഗീകരിക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചില ചിന്തകൾ ശാസ്ത്രലോകത്ത് പിന്നീട് രൂപം കൊള്ളുകയാണ്. അപ്പൊ പ്രപഞ്ചം വികസിക്കുന്നുണ്ടെങ്കിൽ അതിശക്തമായിട്ടുള്ള രൂപത്തിൽ അത് ദ്രുതഗതിയിൽ പ്രപഞ്ചം മുന്നോട്ട് വികസിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് പിറകിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചം എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അത് പിറകിലേക്ക് അതിന്റെ നമ്മളൊരു റിവേഴ്സ് ഗിയറിൽ പോവുകയാണെങ്കിൽ പിന്നീട് ഒരു പോയിന്റിലേക്ക്, അതായത് തുടക്കം അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം, ഒരു ബലൂണുമായിട്ടുള്ള ഉദാഹരണത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു, ബലൂൺ നമ്മൾ അതിൽ കാറ്റ് നിറയ്ക്കുന്നതിനനുസരിച്ച് അതിലുള്ള പുള്ളികളെല്ലാം അകന്നകന്ന് പോവുകയാണെങ്കിൽ നമ്മളൊരു പ്രത്യേക ഘട്ടത്തിൽ അതിലുള്ള മുഴുവൻ കാറ്റ് നമ്മൾ ഒരുമിച്ച് മാറ്റുകയാണെങ്കിൽ അതിലുള്ള കാറ്റ് പോകുന്നതിനനുസരിച്ച് ആ ബലൂണുകളിലെ പുള്ളികളെല്ലാം അടുത്തടുത്ത് എല്ലാം ഒരു പോയിന്റിലേക്ക് സന്ധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതാണ് ആ പ്രപഞ്ചത്തിന്റെ ആരംഭം. അപ്പം ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചത് ഇതെല്ലാം തുടങ്ങുന്ന ഒരു പോയിന്റ് ഉണ്ടെന്ന് മാത്രം ശാസ്ത്രത്തിന് പറയാൻ കഴിഞ്ഞു. അപ്പൊ അതിനു മുമ്പ് എന്താണ്, അള്ളാഹുവിന്റെ ആ കൽപ്പനയുണ്ട്, കും ഫയക്കും, അതുണ്ടാവുക എന്നൊരു കൽപ്പന അള്ളാഹു സുബ്ഹാനഹു വ തആല പുറപ്പെടുവിച്ചപ്പോൾ പ്രപഞ്ചം ഉണ്ടായി, മനുഷ്യരുണ്ടായി, എല്ലാ സൃഷ്ടജാലങ്ങളും സൃഷ്ടിപ്പിന്റെ ആരംഭവും അവിടെ കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ആദിമ മനുഷ്യനായ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ, പഠനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, അവരുടെ കബറിടങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.